Okay, fine. Long time no see, but still we are back. Marvel Cinematic Universeന്റെ നെക്സ്റ്റ് ബിഗ് ബാങ് AKA ഡെഡ്പൂൾ 3 അല്ലെങ്കിൽ ഡെഡ്പൂൾ വേഴ്സസ് വുൾവറീൻ. സാധാരണയിൽ ലോ പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ തിരിച്ച് റിസറക്ട് ചെയ്യാൻ ബാക്ക് ഓൺ ട്രാക്ക് ആക്കാൻ പറ്റുന്ന ഒരു ഒന്നാന്തര മൂവി തന്നെയാണെന്ന് ട്രെയിലർ കൂടി കൺഫേം ചെയ്തിരിക്കുകയാണ് ഡെഡ്പൂൾ 3. എക്സാക്ട്ലി ടീസറിൽ നമ്മുടെ റയാൻ റെയ്നോൾഡ്സ് പറഞ്ഞ പോലെ ഐ ആം ദ മെസൈയ ഓഫ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ മാർവൽ ജീസസ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, ട്രെയിലർ കണ്ടിട്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയനും അതിന്റെ കുറച്ചുള്ള പ്ലോട്ട് ലീക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് പറയുന്നത്. എസ്പെഷ്യലി ക്യാമിയോ, റൂളേഴ്സ് എല്ലാം നമ്മൾ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഓക്കെ ഫൈൻ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഏറ്റവും വേർസ്റ്റ് ഫേസിൽ കൂടെ ആണ് ഇത് പോകുന്നതെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി എൻഡ് ഗെയിം ഒക്കെ ഉണ്ടാക്കി വെച്ച് ആ ഓളം വെച്ച് നോക്കുകയാണെങ്കിൽ ബിലോ ആവറേജിലും ആവറേജ് ആയിട്ടാണ് ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പോലും വേറിട്ട് നിൽക്കുന്ന ലോക്കി സീസൺ 2, മൂൺ നൈറ്റ് എന്നിപോലുള്ള ചുരുക്കം ചില സീരീസുകൾ മാത്രമാണ്. എന്നിരുന്നാൽ കൂടിയും ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡിയോസ് അവരുടെ പെക്യുലർ ഫാൻസിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി വൂൾവറീൻ വേഴ്സസ് ഡെഡ്പൂൾ ഇറക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ട്രെയിലർ കണ്ടപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും മാർവൽ ഫാൻസ് മൊത്തം ഒത്തടങ്കം കാത്തിരുന്നത് ഒരേ ഒരു റീസൺ വേണ്ടിയാണ്, ഹ്യൂ ജാക്ക്മാൻ ആസ് വൂൾവറീൻ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ അല്ലെങ്കിൽ ഏതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ എടുത്താലും ചുരുക്കം ചില ക്യാരക്ടേഴ്സിന് മാത്രമേ നമ്മൾ അത്ര അഡാപ്റ്റബിലിറ്റി എടുത്തിട്ടുള്ളൂ. അതായത് വേറൊരു ക്യാരക്ടറിന് നമുക്ക് അല്ലെങ്കിൽ കാസ്റ്റിന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ചുരുക്കം ചില ക്യാരക്ടേഴ്സിന്. ഫോർ എക്സാമ്പിൾ അയൺമാൻ ആയിട്ട് RDJ, ഇപ്പോൾ വൂൾവറീൻ ആയിട്ട് ഹ്യൂ ജാക്ക്മാൻ. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ ഡോണ്ട് ഗീവ് എ ഫക്ക് എന്ന ആറ്റിറ്റ്യൂഡിൽ ഡെഡ്പൂളും കൂടെ വരുമ്പോൾ വേറെ ലെവൽ ആവുമെന്ന് ഉറപ്പ്. ഈ ഒരു കാര്യമായിരുന്നു ഫസ്റ്റ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് തന്നെ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഡെഡ്പൂൾ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് ഈവൻ ദോ ഫോർത്ത് ഡയമെൻഷൻ അല്ലെങ്കിൽ ആ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് ജോക്സ് പറയുന്ന ഒരാളാണ് ഡെഡ്പൂൾ. അതിന്റെ രീതിയിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു വമ്പൻ യൂണിവേഴ്സും കൂടെ ചേരുമ്പോൾ ഒരു ടൺസ് ഓഫ് ജോക്സ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും, ബേസ്ഡ് ഓൺ അവഞ്ചേഴ്സ്, എക്സ്മെൻ എല്ലാം കൂടി. ബട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഡെഡ്പൂളിന്റെ 2 മൂവീസിൽ, അതായത് ഡെഡ്പൂൾ 2 ഒക്കെ എടുത്ത് പറയുകയാണെങ്കിൽ 20th സെഞ്ചുറി ഫോക്സിന്റെ എക്സ്മെൻ യൂണിവേഴ്സിലെ പക്ക ക്യാരക്ടേഴ്സിനെ അതിന്റെ അത് ഇൻവോൾവ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. സോ അത് മെയിൻ യൂണിവേഴ്സിൽ തന്നെയാണ് നടക്കുന്നത്. ബട്ട് ഇതിന്റെ ടീസർ അല്ലെങ്കിൽ ഇതിന്റെ അനൗൺസ്മെന്റ് നടത്തുന്ന സമയത്ത് റയാൻ റെയ്നോൾഡ്സും വൂൾവറീൻ ആയിട്ടുള്ള ഹ്യൂ ജാക്ക്മാനും കൂടെ ഒരുമിച്ച് വന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ ലോഗാൻ ആ ഒരു സംഭവത്തിനെ തൊടുന്നേയില്ല, ഡോണ്ട് ടച്ചിങ് ഇറ്റ്, വേറെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സ് ആയിരിക്കും ഇതെന്ന്. അതായത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോഗനെ ആയിരിക്കും നമുക്ക് ഇതിന്റെ അത് കിട്ടുന്നത്. ഒട്ടുമിക്ക മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അറിയാം, ഡെഡ്പൂൾ 3ന്റെ സ്റ്റോറി ലൈൻ പോകുന്ന ഓൾഡ് മാൻ ലോഗൻ എന്ന് പറയുന്ന ആ ഒരു കൊമിക് ബുക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ നിലവിലുള്ള അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എന്തുവാണെങ്കിലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും നമുക്ക് വൂൾവറീൻ വേഴ്സസ് ഡെഡ്പൂളിലൂടെ കിട്ടുന്നത്. എടുത്ത് പറയുകയാണെങ്കിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലാതെ കൊമിക് ഫാൻസ് ആഗ്രഹിച്ച പോലെ ആ ഒരു വൂൾവറീൻ, അതായത് കൊമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള വൂൾവറീന്റെ ആ ഒരു യെല്ലോ ഡ്രസ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ടീസർ ട്രെയിലറിന്റെ ഒരു ഭാഗത്ത് സ്ലീവ്ലെസ് ആയിട്ടുള്ള അജാക്ഡ് ആയിട്ടുള്ള ഹ്യൂ ജാക്ക്ഡ് മാനെ നമുക്ക് കാണാവുന്നതാണ്. സോ ഫാൻസിന് ഇഷ്ടമുള്ളതുപോലെ ഹ്യൂ ജാക്ക്ഡ് മാൻ ആയി. കമ്മിങ് ബാക്ക് ടു ഡെഡ്പൂൾ എന്ന് പറയുകയാണെങ്കിൽ കൂടി വൂൾവറീന്റെ എത്ര വേരിയൻസ് ഉണ്ടോ അതോടൊപ്പം തന്നെ നമുക്ക് ഡിഫറെന്റ് വേരിയൻസ് ഓഫ് ഡെഡ്പൂളിലും കൂടി കാണാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് പറയാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ലേഡി ഡെഡ്പൂൾ, അത് റിയൽ ലൈഫിൽ നമ്മുടെ റയാൻ റെയ്നോൾഡ്സിന്റെ വൈഫ് ആയിട്ടുള്ള ബ്ലേക്ക് ലൈവ്ലി തന്നെയാണ് ചെയ്യുമെന്നാണ് നിലവിലെ റൂമേഴ്സ്. അതോടൊപ്പം തന്നെ ഡോഗ് പൂള്, കിഡ് പൂള്, അതുപോലെ കുറെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡെഡ്പൂളിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് റൂമേഴ്സ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള വൂൾവറീന്റെ വേരിയൻസിനെയാണ്. അതായത് ഇതിൻ്റെ അകത്തൊരു ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വൂൾവറീനെ കാണാൻ കഴിയും. സോ ട്രെയിലറിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ TVA ടൈം വേരിയന്റ് അതോറിറ്റി നമ്മുടെ ഡെഡ്പൂളിനെ കൺസൾട്ട് ചെയ്യുന്നു. അതിൽ നിന്നൊരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇന്ന ടൈമിൽ നിങ്ങൾ ഒരാളെ റിക്രൂട്ട് ചെയ്ത് ഇത് സെറ്റപ്പ് ആക്കണമെന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ വൂൾവറീന്റെ കാര്യമൊക്കെ പറയുന്നു. സോ ഓരോ യൂണിവേഴ്സിൽ പോയി ഡെഡ്പൂൾ വൂൾവറീനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വേരിയൻസ് ഓഫ് വൂൾവറീനെ നമുക്ക് കാണാൻ കഴിയും. അതിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന റൂമറാണ് വേരിയന്റ് ആയിട്ട് വരുന്ന വൂൾവറീൻ, അതായത് ഡാനിയൽ റാഡ്ക്ലിഫ് AKA ഹാരി പോട്ടർ. മനസ്സിലാവാൻ വേണ്ടി ഹാരി പോട്ടർ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഡാനിയൽ റാഡ്ക്ലിഫിന്റെ ആ ഒരു വേരിയന്റ് ആയിട്ടുള്ള വൂൾവറീന്റെ അത് കാണാൻ പറ്റുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രമുഖ വെബ്സൈറ്റ്സുകൾ ഈവൻ ഹെൻറി കാവിൽ, അതായത് DC-യുടെ തന്നെ ഒരു നട്ടലായിരുന്ന ഹെൻറി കാവിലിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പിടിച്ച് ഇതിന്റെ അകത്തൊരു വൂൾവറീൻ ആക്കുമെന്ന് പോലും റൂമേഴ്സ് ഉണ്ട്. സോ അത് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ കാസ്റ്റിനെ പറ്റി നമ്മൾ അതും കൂടുതൽ പറയുന്നില്ല. എക്സാക്ട്ലി ഒരു അപ്ഡേറ്റ് കിട്ടുന്നവരെ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ട്രെയിലറിൽ കാണിച്ച പോലെ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറീൻ ആയിട്ടുള്ള ഒരു ഫൈറ്റ്, ഒരു എപ്പിക് ഫൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അത് കോമഡി രീതിയിൽ തന്നെ അത് പോകും, നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ആ ഒരു ഫൈറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറീൻ ആ ഒരു ഇൻട്രാക്ഷൻ. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനകത്തെ മെയിൻ വില്ലൻ ആയിട്ട് ഇതുവരെ കിട്ടിയ ടീസർ ട്രെയിലറിൽ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന കസാൻഡ്ര നോവയാണ്. കസാൻഡ്ര നോവയെ പറ്റി എക്സാക്ട്ലി വേറൊരു പുതിയൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം അതിന്റെ സ്റ്റോറി ലൈനിലൊക്കെ ജസ്റ്റ് ഒരു സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫസർ എക്സ് സേവിയർ, അതായത് നമ്മുടെ ചാൾസ് സേവിയറിന്റെ ട്വിൻ സിസ്റ്റർ ആണ്. ബട്ട് അത് വേറെ യൂണിവേഴ്സിലാണ്, അതിൻ്റെ അകത്ത് എക്സിനെ കൊല്ലുന്നുണ്ട്, മറ്റേതും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊമിക്സിലുണ്ട്. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രൊഫസർ ചാൾസ് എക്സേവിയറിന്റെ ഈവിൾ ട്വിൻ ആയിട്ടുള്ള കസാൻഡ്ര നോവയാണ് നിലവിലെ മെയിൻ ആന്റഗോണിസ്റ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ട്രെയിലർ കണ്ട പോലെ തന്നെ ടെലികൈനസിസ് ആൻഡ് എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ കസാൻഡ്ര നോവ. പിന്നെ അതോടൊപ്പം തന്നെ ലോക്കിയൊക്കെ കണ്ടിട്ടുള്ളവർക്കാണ് അറിയാം അതിൻ്റെ അകത്ത് ആലിയത്ത് ആ വോയിഡിൽ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോക്കി സീസണിലെ ആ വോയിഡിൽ എത്തുമ്പോൾ, ലോക്കിയും സിൽവി ആയിട്ടുള്ള വോയിഡിലൊക്കെ എത്തുമ്പോൾ അതിനെ കാപ്പി ചെയ്യുന്നതിനെ പറയുന്ന ഒരു ഒംനി പ്രസന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, ഫോഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ് നമ്മുടെ ആലിയത്ത്. സോ ആ ഒരു ഫോഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആന്റ്മാന്റെ ആ ഒരു റെഡ് സ്കൾ എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഷാഡോ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ എന്ന് കാണിച്ചു വിടുന്നുണ്ട്. സോ ട്രെയിലർ കൺക്ലൂഡ് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ എനിക്കുണ്ടായ ഇംപ്രഷൻസ് ആണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതിനെ പറ്റിയായിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഫോളോയിങ് ഡേയ്സിൽ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ എക്സാക്ട് പ്ലോട്ട് ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും നമ്മൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കണ്ടതിൽ വെച്ച് നമുക്ക് ഇതിനകത്ത് വില്ലൻ കസാൻഡ്ര നോവയാണെന്നൊന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല. ലൈക്ക് ഈവൻ ദോ മൂവി ഇറങ്ങുന്നതിന് മുമ്പ് കുറെ റൂമേഴ്സ് വന്നിരുന്നു TVA നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഏജന്റ് പാരഡോക്സ് ആയിരിക്കാം ഇതിന്റെ ചരട് വലിക്കുന്നത്. ഈവൻ ദോ ഡോക്ടർ ഡൂമിനെ വെച്ചും ഡോക്ടർ സ്ട്രേഞ്ച്, ഈവിൾ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മറ്റതും മറിച്ചാന്നൊക്കെ പറയുന്നു. അതും ഏറ്റവും അവസാനം വെച്ച് ആ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ക്ലിയർലി കാണാം അത് TVA പോർട്ടൽ ഒന്നും അല്ല, അതൊരു സ്ലിംഗ് റിംഗ് ഉപയോഗിച്ച് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് സോർസറസിന്റെ ഒരു ഓപ്പൺ ആണ്. അത് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആയിരിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ന്യൂ സോഴ്സറിനെ വെച്ച് ഉണ്ടാക്കാം. ഈവൻ ദോ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സ്ലിംഗ് റിംഗ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു സോഴ്സർ ഉണ്ടെന്നും കൺഫേം ആയിട്ടുണ്ട്. ഇനി അത് ആര്, എവിടെ നിന്ന്, എന്തിനു വേണ്ടി, എങ്ങനെ ഇവരെ അറിയാം എന്നുള്ള ഒരു കാര്യത്തിന് മാത്രം ക്ലാരിഫൈ വന്നാൽ. സോ അട്ടർ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ ഞാൻ എടുത്ത് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എക്സ്മെൻ ടൈം ലൈൻ അട്ടർ കൺഫ്യൂസിംഗ് ആണ്. ക്രോണോളജിക്കൽ ഓർഡർ വെച്ച് വാച്ച് ചെയ്തതിനേക്കാളും ബെറ്റർ ഞാൻ പറയുന്നത് റിലീസ് ഡേറ്റ് വെച്ച് കാണുന്നതാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടാണ്. ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ മതി. അത്ര സ്ക്രൂഡ് അപ്പ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു വമ്പൻ കടലിലേക്ക് എടുത്ത് ചാടുവാൻ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ബട്ട് സ്റ്റിൽ ഫോക്സ് സെഞ്ചുറി യൂണിവേഴ്സിന്റെ മെയിൻ ടൈം ലൈൻ അല്ലെന്ന് ഒരുപക്ഷെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്കതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരു സൈഡിൽ നമുക്ക് വെക്കാമെന്നുള്ളതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ TV കണ്ടിരിക്കുന്ന മോബിയസിന്റെ ഡിഫറെന്റ് വേരിയൻസിന് ഇതിൻ്റെ അത് കാണാം. ഗൂഗിൾ കാസ്റ്റിംഗിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, വേറെ ഡിഫറെന്റ് വേരിയൻസ് ഓഫ് മോബിയസിനും മിസ് മിനിറ്റ്സും ഒക്കെ. സോ ഏതായാലും നമുക്ക് മൂവി ഇറങ്ങുന്ന വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിന് മുമ്പ് കിട്ടുന്ന പ്ലോട്ട് ലീക്സും റൂമേഴ്സും ഒക്കെ നമ്മളോട് തന്നെ വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ പെട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുള്ളൂ. സോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. സോ ആർ വി. So let's effing go.